എന്താണ് ചിരിക്കുന്നേ? സമാധാനമായല്ലോ. എന്തൊക്കെയായിരുന്നു എല്ലാം നിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നോ? പിന്നെ ഞാൻ പോന്നു. വേണ്ട. എന്താണ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കുഴപ്പം? 19 ലൈക്ക്, 3 ഷെയർ, 7 കമന്റ്. അതിനാണ് നീ വെറുതെ. പിന്നെ നീ ചത്തു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടാ, അതിനും കിട്ടും ഇഷ്ടം പോലെ ലൈക്കും ഷെയറും. അതൊന്നും ചെയ്യൂല, അത് ഹാർട്ട് ബ്രേക്ക് ആണ്. നീയൊക്കെ എന്നാടാ ബീഫ് വിരോധിയായത്? കഴിഞ്ഞ ദിവസമല്ലേ നമ്മൾ ഒരുമിച്ചിരുന്ന് തട്ടി കയറ്റിയത്? എന്നിട്ട് ഉടനെ ദഹിക്കുന്നതിന് മുമ്പേ ബീഫ് ബാൻ. ബീഫ് ഈസ് ഗോമാത, ഗോവധം. അത് ഞാൻ സമ്മതിക്കില്ല. അതിന് നിങ്ങളുടെ സഭ ആര് ചോദിച്ചു? ഞാനെന്ന് പറയുമ്പം എന്റെ പ്രസ്ഥാനം. ഏത് പ്രസ്ഥാനം? നീ 5 പഠിച്ചിട്ടില്ലടാ. ഗായ് ഹംകോ ദൂധ് ദേതി ഹൈ, ഗീ ദേതി ഹൈ, മിൽക്ക് മേഡ് ദേതി ഹൈ, സോ ബീഫ് ബാൻ. എന്ത് വാടേ? എടാ നിക്കാൻ. എന്താടാ? എടാ പണ്ട് ചൈന ഇന്ത്യ ആക്രമിക്കാൻ വന്നപ്പം നിന്റെ പാർട്ടിക്കാര് അവന്മാരവിടെ നിന്ന്. ഇതൊക്കെ എന്തിനാടാ ഇപ്പൊ പറയുന്നേ? എടാ ഇപ്പൊ നിന്റെ പാർട്ടിക്കാർ എന്താടാ ചെയ്യണം? ഞങ്ങൾക്ക് സൗകര്യമുള്ള എടാ തൂക്കിക്കൊന്ന തീവ്രവാദിനെ 16 ആഘോഷിക്കാൻ വേണ്ടി ഡൽഹിയിലുള്ള പിള്ളേരെ റോഡിൽ ഇറക്കി അവന്മാരെ നൃത്തം കളിപ്പിച്ചപ്പോ നിനക്ക് മതിയല്ലടാ. എടാ അങ്ങനെയുള്ള നീ ഉണ്ടല്ലോ. എടാ സ്വന്തം പേര് അത് കോട്ടിലും തയ്പ്പിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഊരും തെണ്ടി നാട്ടുകാരുടെ കാശ് കളയുന്ന ഒരുത്തനല്ലടാ നിങ്ങളുടെ നേതാവ്. നീ ആണെങ്കിൽ നിന്റെ പേര് അണ്ടർവെയറിൽ തുന്നിയനെ. നീ അണ്ടർവെയറിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടി പോരുത്. അതാണ് അണ്ടർവെയറിനെ കുറിച്ച് പറഞ്ഞു. നിനക്കൊക്കെ തുണ്ട് സൈറ്റ് ബാൻ ചെയ്യണം, സണ്ണി ചേച്ചിയെ ബാൻ ചെയ്യണം, ചക്ക മാങ്ങ അവന്റെ ആർഷഭാരത സംസ്കാരം. സണ്ണി ചേച്ചിയെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞതിൽ എനിക്കുണ്ടോ വിഷമം. പക്ഷെ നിനക്ക് അത്രയ്ക്ക് ധനമാണെങ്കിൽ ഉണ്ടല്ലോ, നീ വീട്ടിൽ നിന്ന് കൊണ്ട് വാടാ. വീട്ടുകാരെ പറയണം. കാലം നമ്മുടെ കയ്യിൽ തന്നൊരു കോപ്രായത്തിൻ വേരുകൾ തേടി കാടും മലയും കടന്നു വന്നൊരു പ്രതികാരത്തിൻ തീയും പുകയും. കാലം നമ്മുടെ കയ്യിൽ തന്നൊരു കോപ്രായത്തിൻ വേരുകൾ തേടി കാടും മലയും കടന്നു വന്നൊരു പ്രതികാരത്തിൻ തീയും പുകയും. കാലം കെട്ടും കോലം തുള്ളും നേരം സാർ 2 പേരുണ്ട്. 2 പേരുണ്ടല്ലേ? പോയി നോക്കണോ വല്ല ID കാർഡും ഉണ്ടോന്ന്? യെസ് സാർ. എന്നാൽ യവന്മാരിവിടെ എങ്ങനെ വന്നു വിട്ട്? എടാ എന്തൂടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് അതിൻ്റെത്. നീയൊക്കെ എന്നുപോലാടാ ഈ ബീഫ് വിരോധിയായത്? ബീഫ് ബാനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റി. വേണ്ട വീട്. എടാ ഒരു സംശയം ചോദിക്കട്ടെ? എടാ ഈ ലുട്ടാപ്പില്ലേ, അതിന്റെ ഈ കൊമ്പും ജെട്ടിയും ഒക്കെ കറുത്തിട്ടാണല്ലോടാ. ഇവിടെ ഈ വണ്ടിയിലുള്ള ലുട്ടാപ്പിക്ക് അതൊക്കെ വെളുത്തിട്ട് അതെന്താടാ അങ്ങനെ? അതെന്താന്നറിയാളിയോ? ഈ ആർഷഭാരത സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാത്ത നിനക്ക് ഈ ജട്ടിക്കഥയെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അവന്റെ ഒരു ആർഷഭാരത സംസ്കാരം. എടാ നിന്റെയൊക്കെ നേതാവുണ്ടല്ലോ, ഫുൾ ടൈം ഊരും തെണ്ടി സ്വന്തം പേരിൽ കോട്ടും തയ്ച്ച് അവരെ പറ്റിയൊക്കെ ഊള ഫേസ്ബുക്ക് പോസ്റ്റിലല്ലോടാ നിന്റെ പണി. എടാ നിനക്കൊക്കെ എന്തിന്റെ കടിയാടാ? നിനക്കൊക്കെ സണ്ണി ചേച്ചിയെ നിരോധിക്കണം, തുണ്ട് നിരോധിക്കണം, വേറെ പണിയില്ലാടാ നിനക്കൊന്നും. എടാ സണ്ണി ചേച്ചിയെ നിരോധിച്ചാലേ നിനക്ക് ഇത്ര ദണ്ണം ഉണ്ടെങ്കിലേ നീ വീട്ടിൽ നിന്ന് കൊണ്ട് അഭിനയിപ്പിക്കടാ. വീട്ടുകാരെ പറയുന്നോടാ.
സാർ, ഐഡി കാർഡൊന്നുമില്ല. ഓ, ഐഡന്റിറ്റി ക്രൈസിസ്. വണ്ടി നാകെ കിട്ടിയത് ഇതാ. എന്തോട് ഇത്? ലുട്ടാപ്പിയ? തനിക്കറിയോ, ഈ ഭൂമിക്ക് മുകളിൽ മൊത്തം യവന്മാർ, ലുട്ടാപ്പിമാരുടെ ഒരു ലോകം. കണ്ടില്ലേ വാല്? വിളിയോടോ, ആംബുലൻസ് ഒന്ന് വിളിയോടോ, അവന്മാരെ കൊണ്ടുപോകുന്നു. Thank you.